എന്താണ് സാർ എസ്എൻ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റുകളുണ്ട് സാർ. എന്ത് എസ്എൻ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ലോഷൻ തേയിലപ്പൊടി എല്ലാം ഉണ്ട് സാർ. അതൊന്നും വേണ്ട മോളെ. ഇവിടെ ചേച്ചി ഇല്ലേ? ഇല്ല, ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കണം. സാർ എന്തെങ്കിലും ഒന്ന് എടുക്കണം സാർ. ഇതൊന്നും വേണ്ട. ഇതെന്ത് സാധനം? ഇത് ലോഷനാണ് സാർ. അതൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്. സാർ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി വില കുറവാണ് സാർ. ഇല്ല, അതൊന്നും വേണ്ട, എനിക്ക് അതാണ് സാർ. നല്ല കമ്പനി പ്രോഡക്റ്റ് ആണ് സാർ. എന്താ ഈ പറയുന്നത്? എനിക്ക് വേണ്ടായിട്ടാണ് സാർ. ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ് സാർ. സാർ എടുക്കണം സാർ, പ്ലീസ് സാർ. അല്ല, ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് സാർ. എങ്കിലും അത് വേറെ സാധനമുണ്ട് സാർ. വേറെ തേയിലപ്പൊടിയൊക്കെ ഉണ്ട് സാർ. ഇതിട്ട് ചായ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉന്മേഷമാണ് സാർ. തേയില ഇട്ടിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കണേ. അല്ല, എങ്കിലും ഇത് ഇത്തിരി കൂടെ നല്ല മണവും സുഗന്ധവും ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ട മോളെ. സാർ വേറെ എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം സാർ. സാർ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പോയിന്റ് കിട്ടും സാർ, അതുകൊണ്ട്. ഇതെന്താ സാധനം? ഇത് ലോഷനാണ് സാർ. വേണ്ട വേണ്ട, സാർ എന്തെങ്കിലും. അല്ല, എനിക്ക് പോകാൻ നേരം വൈകുന്നേ, ഓഫീസിൽ പോകണം സാർ. ഏതെങ്കിലും ഒന്ന്. ഇതില്ലെങ്കിൽ വേറെ ഉണ്ട് സാർ. വേറെ ലോഷൻ ഉണ്ട് സാർ, നല്ല മണമുള്ള ലോഷൻ. വേണ്ട മോളെ, വേണ്ടാഞ്ഞിട്ടാണ് സാർ. പ്ലീസ് സാർ. എന്തൊരു കഷ്ടായി പറയുന്നു. വേണ്ട വേണ്ട. സാർ ഒരു ഗ്ലാസ് വെള്ളം. വെള്ളം ഒരു ഗ്ലാസ് വെള്ളം തരും കുടിക്കാനോ? ആ, കുടിക്കും. മോളെ കൊച്ചേ, മോളെ മോളെ, ഏയ് മോളെ, ഏയ് മോളെ 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 മോളെ, ഓക്കെ. ഓക്കെ, എണീറ്റ് എണീറ്റ് എണീറ്റ്, അങ്ങോട്ട് കിടക്കാം. എണീക്ക് എണീക്ക് എണീക്ക്. ഇത് തുറക്കാൻ കൂടി വയ്യ. എനിക്ക് പായസം കുടിച്ച് വയ്യാതായി. വാ. ഓ ഭയങ്കര ധൃതി. ഓ എന്തോ ഒരു ചൂടായത്. എന്തോന്ന് വേണ്ട, ഇങ്ങോട്ട് കേറി വാ. ഞാനൊരിത്തിരി വെള്ളം കുടിച്ചോട്ട്. ഓ ഇങ്ങോട്ട് വന്നേ. ആ ഇങ്ങോട്ട് വന്നേ. ഇത് എവിടുന്നാ? ഈ പൂവ് എവിടുന്നാന്ന്? എനിക്കങ്ങനെ, ഞാൻ നിന്റെ കൂടെ കയറി വന്നത്. എവിടെ നീ പോവാ? അമ്മ, ഇവിടെ ആരോ വന്നിട്ടുണ്ട്. കണ്ടു കർച്ചീഫ്. എന്ത് മണ്ടത്തരാ. വാതില് പൂട്ടി കിടക്കില്ലായിരുന്നോ? പിന്നെ എങ്ങനെയാ ഏട്ടനുണ്ടാവണേ? എങ്ങനെ ഇവിടെ വന്നത്? പൂട്ടിയിട്ട വീട്ടിലെന്തായാലും ഏട്ടനറിയാതെ ആരും വരൂല. അവനും ആണ്. ഇതേ ഏതോ പെണ്ണുങ്ങളുടെയാ. കണ്ടോ മുടി കുരുങ്ങി കിടക്കണ? കണ്ട ഇതില്? കണ്ട അമ്മേ? ഈ മനുഷ്യന് ഇത് എന്ത് ഭാവിച്ചോണ്ടാ? നീ അവനെന്താ ആവശ്യമില്ലാതെ പറയുന്നത്? പിന്നല്ലാതെ ഇവിടെ എങ്ങനെ വരും? കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കാതെ ചുമ്മാ അവന്റെ നേരെ. എന്നാ അമ്മ പറ, ഇത് എങ്ങനെയാ ഇവിടെ വന്ന? എങ്ങനെയാ? ഇത് പെണ്ണുങ്ങളുടെ തന്നെയാണല്ലോ. അല്ലേ? അമ്മയുടെ മോനായതുകൊണ്ട് അമ്മ ഒന്നും മിണ്ടാതെ നിന്നോ? ഏട്ടനല്ലാതെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും അവൻ വരട്ടെ. എന്തെന്ന് വരട്ടെ? അല്ലാതെ പിന്നെ ഇവിടെ കിടന്ന് നമ്മൾ കിടന്ന് വർത്താനം പറഞ്ഞ വല്ല കാര്യം നടക്കാം. അവൻ വരട്ടെ, എന്തായാലും ചോദിക്കാം. പറ്റി
ഇപ്പോഴത്തെ കാര്യം പലരും പല കാര്യത്തിനും വരത്തില്ലേ? ഇപ്പതാ കഴിഞ്ഞ ആഴ്ച നീ പത്രത്തിൽ വായിച്ചില്ലേ? ഏതൊരു ലൈൻമേ പോസ്റ്റിന് മുകളിൽ വീട് മരിച്ചു. എന്താ കാര്യമെന്നറിയോ? ഇവന്മാർ ഈ ഫീസ് ട്രാൻസ്ഫോമറിൽ നിന്ന് ഊരിയിട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ വെച്ചുകൊണ്ട് പോയിട്ട് ലൈനേക്ക് കയറും. ആളുകൾ വന്ന് കണ്ട ഇതപ്പം തന്നെ അങ്ങോട്ട് കുത്തിയ ആള് മുകളിൽ നിന്ന് നിലത്ത് വീഴില്ലേ കറണ്ട് അടിച്ച്. അല്ല എന്തിനാണ് ഇപ്പം അങ്ങനെ ചങ്ങാതി അന്ന് ഈ ഫീസ് അവിടെ വെച്ച് പോയത്? ഫീസ് ഒരു കാരണവശാലും ഊരി എടുത്ത് വെക്കരുത്. അത് നമ്മുടെ കയ്യിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകണം. അണ്ട് പണി കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ കുത്താൻ പാടുള്ളൂ. അതിനകത്ത് ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവന്മാരൊക്കെ അന്ന് ആ കക്ഷി ഒറ്റയ്ക്ക് പോയതാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്തങ്ങ് വെക്കും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളങ്ങോട്ട് നെഞ്ചിട്ട് ഇനി കയറാൻ നിൽക്കരുത്. ഈ 1-2 കൊല്ലമായിട്ട് വന്നാണ് ഡെയിലി വേജസ് പിള്ളേരുണ്ടല്ലോ, അവന്മാരെ മുകളിൽ കയറ്റിയിട്ട് നമ്മ താഴ്ത്തു നിന്ന് പറഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ. എന്തെന്നാ നീ പറയുന്നത്? എന്ത് എടാ, മരിക്കണത് ആരായാലും നമ്മളായാലും അവരാണെങ്കിലും മരിക്കുന്നത് മനുഷ്യരല്ലേ? മനുഷ്യരാന്ന് വെച്ചാൽ നമ്മൾ മരിക്കാതിരിക്കാൻ നമ്മൾ നോക്കണ്ടേ? നമ്മൾ മരിക്കാതിരുന്നാലല്ലേ അവൻ മരിക്കണ്ട, വേറെ ആരെങ്കിലും മരിക്കണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയണത് അതല്ല, നമ്മുടെ സേഫ്റ്റിയുടെ കാര്യമാണ്, ലൈൻമാൻമാരുടെ സേഫ്റ്റിയുടെ കാര്യം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിനക്ക് എന്താ മനസ്സിലാകാത്തത്? ലൈൻമാൻമാരുടെ സേഫ്റ്റിക്ക് ലൈൻമാൻമാരാകണവര് കയറരുത്. ഹലോ, എന്താ മതി? പെണ്ണോ? അതെന്താന്നറിയാമോ? അത് ഹലോ, ഞാൻ പറയട്ടെ. എന്താണ്? ഞങ്ങളുടെ കൂടെ മാർക്കറ്റിങ്ങിന് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്, ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ വന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു ലാസ്റ്റ്. പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടെന്ന് പറഞ്ഞു? ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഇവിടെ വന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതെ, ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ഇവിടെ വന്നു. കണ്ടോ, ഞാൻ പറഞ്ഞു. നിങ്ങളാരാ? ഞങ്ങളൊരു മാർക്കറ്റിംഗ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് ആണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഇവിടെ ലാസ്റ്റ് വന്നതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ഇന്ന വീട്ടിൽ നിന്ന് ലാസ്റ്റ് വിളിക്കുന്നത് കുട്ടി, അതിനുശേഷം ഫോണിൽ കിട്ടുന്നില്ല. അത് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ഇവിടെ വന്നു. അപ്പൊ അവരുടെ കയ്യിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട, മാത്രമല്ല ഇവിടെ ആളില്ല, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അവർക്കത് കൊണ്ടു കൊടുത്തു. വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് എനിക്ക് തരുമ്പോൾ അവർ പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്ന പോലെ തോന്നി, ഇപ്പോൾ കണ്ണൊക്കെ തന്നെ മറിഞ്ഞു പോകുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുറച്ച് നേരം കയറി കിടന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ കയറി കിടക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവരിങ്ങനെ ഓർമ്മ പോണ പോലെയായി. അപ്പോൾ ഞാൻ ക്ലാസ്സിന് വെള്ളം എടുത്തിട്ട് കുറച്ച് അവർ മുഖത്ത് തളിച്ച് അവർ കണ്ണു പിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരുമാതിരി ഇതാവുന്നു, ക്ഷീണമാവുന്നു. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ മീത പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി അവരങ്ങ് പോയി. വേറെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ ഓട്ടോ പിടിച്ച് കൊടുത്തു എന്നുള്ളത് സത്യമാണ് അല്ലേ? അതെ. പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ട് കുട്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ട് ഈ വീട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുട്ടി എവിടെ? എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഓട്ടോ കയറ്റി വിട്ടു എന്നുള്ളത്? ഓട്ടോ കയറ്റി വിട്ടതെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന സ്ഥലത്തേക്കല്ലേ ഞാൻ കുട്ടിയെ പറഞ്ഞയച്ചത്. എന്റെ സുഹൃത്തെ, നിങ്ങൾ കണ്ടു ഓട്ടോ കയറ്റി വിട്ടു, പക്ഷെ എവിടെ ആളെത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താണ്? ജോലിക്ക് വന്ന് നിൽക്കുമ്പോഴാണ് ഈ കുട്ടി ഇവിടെ വരുന്നത്. അതേ വെയിൽ കൊണ്ട് വന്ന് തളർന്ന് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു, അതിന് ക്ഷീണം തോന്നി, വെള്ളം കൊടുത്തു, അതിന് ദേഹം വല്ലാതെ വന്ന് കയറി കിടത്തി. പറഞ്ഞത് മനസ്സിലായ നിങ്ങൾക്ക്? അല്ലാതെ അവരെവിടേക്കാ പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ അവൻ അവന്റെ പുറകെ പോവാം, അവൻ ജോലിക്ക് പോയി. നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? ഇതിന് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇതിലെന്താ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? എന്റെ സുഹൃത്തെ, നിങ്ങൾ ഓട്ടോ കയറ്റി വിട്ടു എന്ന് പറയുന്നു. അതെ. എങ്കിൽ ആ കുട്ടി എവിടെ? എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന്. ഇത് പിന്നെ ഞങ്ങൾ വിശ്വസിക്കണോ?
ഇതിപ്പോ അവൻ വിളിച്ചോണ്ട് വന്ന കുട്ടിയാണെങ്കിൽ എത്തിക്കേണ്ട സ്ഥാനത്ത് അവൻ എത്തിക്കും. അവൻ വിളിച്ചോണ്ട് വന്ന കൊച്ചല്ല ഇത്. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നിന്ന് കുട്ടി ലാസ്റ്റ് ഫോൺ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം പറയാം, അതെ കുട്ടി ഇന്ന് വന്നില്ലെങ്കിൽ ഞങ്ങൾ ആകെ പ്രശ്നം ഉണ്ടാക്കും, പോലീസിൽ അറിയിക്കും. അല്ല നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന പറയാൻ എന്ത് കാരണം? കാരണം ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടല്ല ആ കുട്ടി ഇങ്ങോട്ട് വന്നത്, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കും അല്ല കുട്ടി പോയത്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഓട്ടോ കയറ്റി വിട്ടില്ലേ? ഓട്ടോ കയറ്റി വിട്ടല്ലോ. എന്നിട്ട് എവിടെ ആ കുട്ടി എവിടെ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തൊരു കഷ്ടം. ഓട്ടോ കയറ്റി വിട്ടെങ്കിൽ നിങ്ങൾ അത് കുട്ടിയോടെ എന്നോട് ചോദിച്ചിരുന്ന കാര്യം കണ്ടുപിടിക്കണം. ഇല്ല, ഞങ്ങളിപ്പോ അന്വേഷിക്കുക. പോലീസ് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഞങ്ങൾ വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കിക്കോ. അതെ ഞങ്ങൾ വരും. അത് തന്നെ പോയി അന്വേഷിച്ചിട്ട് വരട്ടടാ. എന്തൊരു കൊല്ലപ്പത്. ഇതൊരു മാരണങ്ങളൊക്കെയാ വന്ന് കേറുന്നത് ഓരോരോ. ആ കൊച്ചു വന്നു, അതിന് തളർച്ച തോന്നിയപ്പോ അതിനൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തു. 2 മിനിറ്റ് കൂടി ഇരുന്നു, ഉത്തരം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് എവിടേക്കാ പോയെന്ന് ഞാൻ അന്വേഷിക്കാൻ നിൽക്കണം. മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ ഒക്കാത്ത കാലം. അയ്യോ, അല്ല നീ എന്തിനു വെച്ചാ കരയുന്നത്? കാര്യം പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ എന്തിനു കണ്ടു പെണ്ണുങ്ങളാകത്തേറ്റാൻ പോയത്? അവള് കയറ്റിയതാണാ? ഇതെന്നാ ഈ പറയണത്? എടി അതിന് സുഖമില്ലാതെ വന്നപ്പോ ഒരു 2 മിനിറ്റ് അവിടെ കേറി കിടന്നതാണ്. എന്തതിന് കുഴപ്പം? അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ? ഞങ്ങൾ വരുമായിരുന്നല്ലോ. എന്റെ പൊന്ന് ജമന്തി, ഇതൊക്കെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നടന്ന കേസാണ്. അത് എന്നിട്ട് അതിന്റെ പാട്ടിന് പോവുകയും ചെയ്ത്. കണ്ടുപിടിച്ചോണ്ട് വരട്ടെ അവര്. നീ വിഷമിക്കണ്ടടി. അല്ല അവര് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.